UDF സർക്കാരുകൾ ഇടുക്കിക്ക് മാത്രമായി അടിച്ചേൽപ്പിച്ച കരിനിയമങ്ങൾ ഭൂനിയമ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കി LDF സർക്കാർ ജില്ലയെ സ്വതന്ത്രമാക്കിയതായി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. LDF കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റിയുടെ ജനമുന്നേറ്റ ജാഥകളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CV വർഗീസ്. 6 പതിറ്റാണ്ടത്തെ ജനങ്ങളുടെ ദുരിതത്തിന് സർക്കാർ അറുതി വരുത്തി. കട്ടപ്പനയിൽ ഉൾപ്പെടെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാനും ഉത്തരവായി. ഇതിനെതിരെ കോൺഗ്രസും BJPയും നടത്തിവന്ന കള്ളപ്രചാരണങ്ങളും ജനം തള്ളിക്കളഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കുമെന്ന LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കിയതായും CV വർഗീസ് പറഞ്ഞു. സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തുപിടിച്ച മുന്നോട്ടു പോകുന്നു. സർവതല വികസനത്തിനും ജനക്ഷേമത്തിനും പ്രഥമ പരിഗണന നൽകുന്നു. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും ക്ഷേമ പെൻഷൻ വർധനവുമെല്ലാം ഉദാഹരണങ്ങളാണ്. ആരോഗ്യരംഗത്തും ജില്ല മുന്നേറി കഴിഞ്ഞു. 2 മാസത്തിനുള്ളിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. ഒന്നാം തീയതി കേരളം അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇനി അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യനുമില്ല എന്ന അഭിമാനത്തോടു കൂടി ഈ കേരളം പ്രഖ്യാപിച്ച് കേരളം ലോകത്തിന് മാതൃകയായി. അതാണ് ഇടതുപക്ഷ ജനാധിപത്യം. LDF സൗത്ത് മേഖലാ ജാഥയിൽ MC ബിജു, ഗിരീഷ് മാലിയിൽ, ബിജു വാഴപ്പനാടി എന്നിവരും നോർത്ത് മേഖലാ ജാഥയിൽ KP സുമോദ്, സനീഷ് മോഹൻ, ഷാജി കുത്താടിയിൽ, ഈസ്റ്റ് മേഖലാ ജാഥയിൽ ടോമി ജോർജ്, KN കുമാരൻ, ബിജു ഐക്കര എന്നിവരാണ് യഥാക്രമം ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ, മാനേജർ. 3 ജാഥകളും ഇടുക്കി കവലയിൽ സംഗമിച്ച ശേഷം പ്രകടനമായി ഓപ്പൺ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. സമ്മേളനത്തിൽ LDF മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ CS അജേഷ് അധ്യക്ഷനായി. നേതാക്കളായ VR സജി, അഡ്വക്കേറ്റ് മനോജ് M തോമസ്, ആൽവിൻ തോമസ്, MK ജോസഫ്, VS എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന.